നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അനീഷ് റോബിൻസൺ. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനിന്ന് ഒരുപാട് ന്യൂസുകൾ കണ്ടു. പല ന്യൂസുകളും ഓരോ ദിവസം കഴിയുന്തോറും ന്യൂസുകളുടെ ഹെഡ്ലൈനിൽ വരുന്ന വാർത്തകൾ നമ്മളെ, പ്രത്യേകിച്ചും 90 കിഡ്സായിട്ട് ജനിച്ചിട്ടുള്ള പലർക്കും അസ്വസ്ഥമാകുന്നതാണ്. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് പഴകിയതല്ലാത്ത ഒരുപാട് വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസമാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഹോളി ആഘോഷം നടന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഹോളി ആഘോഷം ഒരു ആഭാസ ആഘോഷമായിട്ടല്ലേ തോന്നുന്നത്? എനിക്കങ്ങനെയാണ് തോന്നിയത്. കാരണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ ഏറ്റവും രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നതിനും മറ്റുള്ളവരുടെ ഉപജീവന മാർഗത്തെ ഇല്ലാണ്ടാക്കുന്നതിനും കച്ച കെട്ടിയിറങ്ങിയ ഒരു കൂട്ടം തെമ്മാടിക്കൂട്ടങ്ങളുടെ അഴിഞ്ഞാട്ടമായിട്ടാണ് ഹോളിയെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു ടാക്സി ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ ടാക്സി തടഞ്ഞു നിർത്തി ടാക്സിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ദേഹത്തേക്ക് ചാണകവെള്ളം ഒഴിക്കുക, ടാക്സിയുടെ ഫുൾ ഗ്ലാസും അടിച്ച് തകർക്കുക, ആ ടാക്സി ഡ്രൈവറിനെ പിടിച്ച് താഴെ നിലത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കൊക്കെ ആഞ്ഞ് പിച്ചാത്തി കൊണ്ടൊക്കെ വെട്ടുക. ഇതൊക്കെയാണോ ഹോളി ആഘോഷം? നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കുള്ള കാര്യം മാത്രമല്ല ഇപ്പോൾ വിഷയം. നമ്മുടെ സമൂഹത്തിന് ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും എന്താണ് സംഭവിക്കുന്നത്? ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമ്മളെ ഒരുപാട് അസ്വസ്ഥമാക്കുന്നുണ്ട്. കാരണം നമ്മൾ കേട്ട് പഴകിയതിനേക്കാളും എക്സ്ട്രീം ലെവലിൽ ഓരോ ദിവസവും വാർത്തകളുടെ സ്വഭാവത്തിനും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഈ സമീപകാലത്ത് നടക്കുന്ന ക്രൈം റെക്കോർഡുകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈം നടത്തിയിട്ടുള്ളത് ഏകദേശം 15 വയസ്സിനും അല്ലെങ്കിൽ 12 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കളാണ്. അതായത് 2K കിഡ്സ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. പക്ഷേ പലരും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ മാറ്റങ്ങളെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു അനലിറ്റിക്സ് എടുത്ത് നോക്കാം. നമ്മൾ പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഒരു 70, 80, 90 കാലഘട്ടങ്ങളിൽ വളർന്നു വന്നിരുന്ന ആ ഒരു ജനസമൂഹത്തിലെ ആൾക്കാരെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു വിഭാഗത്തിലും അക്രമവും അനീതിയും മറ്റ് പ്രോബ്ലംസും ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ ശതമാനത്തിൽ വച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു. കാരണം അവർ ജനിച്ചു വളർന്ന, അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലരും പല മോശ ജീവിത ശൈലികളിൽ വന്നവരുണ്ട്, അത് ഉള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെയല്ല. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റ് പല ഘടകങ്ങളുമാണ്. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 70, 80, 90 കാലഘട്ടങ്ങളിൽ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് ലോക നിലവാരത്തിലുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂസൊക്കെ ആയിരുന്നു. ഒരു സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ ആ ഇൻ്റർവ്യൂ കാണാൻ പോകുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, സച്ചിൻ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ക്രിക്കറ്റ് കളിക്കാരനാണ്, ക്രിക്കറ്റിൻ്റെ രാജാവാണ്, ക്രിക്കറ്റിൻ്റെ ദൈവമാണ്, അദ്ദേഹത്തെ പോലെ എനിക്കാവണം എന്നൊരു പാഷൻ ഓരോ വ്യക്തിയുടെ മനസ്സിലിങ്ങനെ സ്പ്രുഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉദിച്ചു വരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും അത് ആ ഒരു സമയങ്ങളിൽ കാണുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലോക നിലവാരത്തിൽ ഇപ്പോൾ ഒരു ഹാർട്ട് മാറ്റി വയ്ക്കുന്ന ഒരു സർജറി ചെയ്ത ഒരു ഡോക്ടറുടെ ഇൻ്റർവ്യൂ, മെഡിക്കൽ ഫീൽഡുമായിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ മനസ്സിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് എനിക്കും ഇതുപോലെ ഒരു ഡോക്ടർ ആകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനമായിട്ടാണ് അവരുടെ ഇൻ്റർവ്യൂ മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബഹിരാകാശത്തായിക്കോട്ടെ മറ്റ് മേഖലകളിലായിക്കോട്ടെ സമൂഹത്തിൽ വളരെ അധികം വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വലിയ മഹത് വ്യക്തികളുടെ ഇൻ്റർവ്യൂസ് ആയിരുന്നു 70, 80, 90 കാലഘട്ടങ്ങളിലൊക്കെ വളർന്നു വന്നിരുന്നവർ വായിച്ചിരുന്നതും കേട്ടിരുന്നതും റേഡിയോകളിലൂടെയൊക്കെ അവർ കേട്ടിരുന്നതൊക്കെ ഇതുപോലുള്ള ഏറ്റവും മികച്ച, ഏറ്റവും ലോക നിലവാരത്തിൽ വളർന്നു വന്നിരുന്ന അല്ലെങ്കിൽ ലോക നിലവാരമുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂസൊക്കെ ആയിരുന്നു ആ ഒരു സമൂഹത്തിലെ വാർത്തെടുത്തിരുന്നത്.
ആ സമയത്ത് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ, നല്ലത് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ മാത്രമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. നല്ല അധ്യാപകരുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു കൊടുക്കുന്ന നല്ല അറിവുകൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഹ്യൂമനായിട്ട് മാറാൻ, നല്ല രീതിയിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുള്ള, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ, അച്ഛനെ അച്ചാന്ന് വിളിക്കാനും അപ്പൂപ്പനെ അപ്പൂപ്പാന്ന് വിളിക്കാനും മുത്തശ്ശിയെ മുത്തശ്ശി എന്ന് വിളിക്കാനും കഴിവുള്ള നല്ല സ്വഭാവമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഇതുപോലുള്ള ധാരാളം ആൾക്കാർ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ജനിച്ചു വളർന്ന കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലം നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഒരു 2K കിഡ്സ് എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിലെ കുട്ടികൾ, അവർക്ക് കിട്ടുന്നത് എന്താണ്? അവർ ഒരു സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂസ് എന്താണ്? ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട, ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ, സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട് അഴിഞ്ഞാടി നടക്കുന്ന ആൾക്കാരെ പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഈ ഇൻ്റർവ്യൂ കാണുന്ന ഇപ്പോഴത്തെ തലമുറകളിലെ കുട്ടികൾ അവർ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്? അവരെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇതിനേക്കാളും തെമ്മാടിയായിട്ട് നടന്നാൽ മാത്രമേ ഞാനിപ്പോൾ ഹീറോ ആകുള്ളൂ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വളരെ ഇതാവുള്ളൂ. അല്ലെങ്കിൽ ഇതേ സമയത്ത് തന്നെ പെൺകുട്ടികളും ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ നോക്കിയേ, അവരും രക്ഷകർത്താക്കളെ അനുസരിക്കാൻ അവർക്ക് മടിയാണ്. രക്ഷകർത്താക്കൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പോഴങ്ങോട്ട് പോകണം, എങ്കിലേ ഒരു സ്ത്രീകളുടെ മുന്നേറ്റം എന്ന് അവർ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ആരുടെയും അടിമയല്ല, ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരാൻ പാടില്ല, അങ്ങോട്ട് പോയാലേ സ്ത്രീകൾ ശാക്തീകരണം നടത്തിയതായിട്ട് ലോകം അറിയുള്ളൂ. എന്നിട്ട് അതിനെ പെട്ടെന്ന് ലൈവ് വിടും. ഡിയർ ഗായ്സ്, ഞാൻ എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ വെരി ബോൾഡാണ്, മറ്റതാണ് മറിച്ചതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസ്. നമ്മുടെ സമൂഹം ഇത്രയ്ക്കും അധപ്പതിച്ചു പോയിരിക്കുന്നു. നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഇതിലെല്ലാം പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അതിലൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുടെ നിലവാരം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാൽ അറിയാം. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെയാണ് അവർ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ എഴുതിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരുപാട് ക്വാളിറ്റി ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി വരുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള ഏറ്റവും മോശപ്പെട്ട വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു ഇൻ്റർവ്യൂ കാണുമ്പം സ്വാഭാവികമായിട്ടും ഇതെന്തിനാണ്, ഇത് വേസ്റ്റ് അല്ലേ, ഈ ഇൻ്റർവ്യൂ ഒക്കെ വേസ്റ്റ് അല്ലേ, എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിരുത്തി നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ചേട്ടന് 1980 നിന്ന് അല്ലെങ്കിൽ 1990 നിന്ന് ബസ്സൊന്നും കിട്ടിയില്ല അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ധാരാളമായിട്ടുള്ളത്. നമ്മുടെ സമൂഹം ഒരുപാട് അധപ്പതിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ക്രൈം റേറ്റ് ഏറ്റവും ഹൈ ആണ്. ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കുഞ്ഞിലെ തന്നെ വളർന്നു വരുന്ന സമയത്ത് ലോകത്തിലെ തന്നെ പല രാജ്യങ്ങളുടെ ക്രൈം റെക്കോർഡുകൾ, അല്ലെങ്കിൽ ക്രൈം ഇതൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്, ഒരുപാട് ക്രൈം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ബ്രസീലിലാണ്. യൂട്യൂബൊക്കെ വന്ന സമയത്ത് ബ്രസീലിനൊക്കെ കുറിച്ചൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസീലിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ട ഭയന്നു പോകും. നമുക്ക് ബ്രസീലിൽ ഒരിക്കലും ഞാൻ പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ബ്രസീൽ. ബ്രസീലിന് പോകാനേ പാടില്ല, അത്രയ്ക്ക് സേഫല്ല എന്നുള്ള ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും സേഫില്ലാത്ത ഒരു രാജ്യമാണ് ബ്രസീൽ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സെയിം ഇതേ രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറയാണ്. നമ്മുടെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് വരേണ്ട, ഏറ്റവും ഹൈ ഡെവലപ്പായിട്ട് വരേണ്ട നമ്മുടെ പുതിയ തലമുറ പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും നിലവാരമില്ലാത്ത, ഏറ്റവും കച്ചടയായിട്ട് പോകുന്ന ഒരു വിഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും ഇങ്ങനെ അല്ല നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ വരേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക നിലവാരം എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ജനങ്ങളെന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പം പുച്ഛമാണ്. പല രാജ്യങ്ങളിൽ പോയാലും ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കച്ചട രീതിയിലാണ് വിദേശികൾ ഇന്ത്യൻസിനെ കാണുന്നത്. അത് ഇന്ത്യൻസ് ഉണ്ടാക്കിയെടുത്ത അവരുടെ നിലവാരമാണ്. ഏറ്റവും മോശം നിലവാരത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ സമൂഹം മാറിക്കഴിഞ്ഞു.
നമ്മുടെ പുതിയ തലമുറകളാണ് ഈ ചീത്തപ്പേരൊക്കെ മാറ്റി നല്ല മെച്യൂരിറ്റിയുള്ള ആൾക്കാരാണ്, ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള ആൾക്കാരാണെന്ന് പറയിപ്പിക്കേണ്ടത് നമ്മുടെ യുവതലമുറകളാണ്. ഈ യുവതലമുറകൾ പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ, ഈ വാർത്തകൾ വിദേശത്തുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഒറ്റ മനുഷ്യർ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരത്തില്ല. അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ ഏറ്റവും കൊള്ളസംഘങ്ങളുടെ ഒരു കയ്യിലാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് ബ്രസീലിൽ ഇപ്പം നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രസീലിലെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ വൃത്തികെട്ട, വളരെ മോശകരമായിട്ട് 12 വയസ്സുകാർ പോലും ഗുളികയും മറ്റ് ലഹരി വസ്തുക്കളും കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ പോലും ലഹരിയുടെ അടിമയാവുകയും 12ാമത്തെ വയസ്സിൽ പോലും ഗർഭിണിയായ അമ്മയായി നടക്കുന്ന ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്രസീലിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതേ ഒരു ഫോർമുല ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ തെമ്മാടികളിലായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയകളിൽ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരിക്കലും അവർ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല. കാരണം അവരുടെ ലക്ഷ്യങ്ങൾ മറ്റു പലതുമാണ്. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളെ നന്നാക്കാൻ അവർക്കൊരു പ്ലാനുമില്ല. അതൊന്നുമല്ല ജീവിതം. ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യങ്ങൾ വേണം, നേട്ടങ്ങൾ വേണം, വല്ലതും ഉണ്ടാക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോകത്തിനവർക്ക് സംഭാവനകൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്ത്രീ സമൂഹങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പണ്ട് ഒരുപാട് ആൾക്കാരുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ് സ്ത്രീകൾ മുൻനിരയിലേക്ക് വന്നത്. അത് സ്ത്രീ ശാക്തീകരണം എന്നും പറയാം, ഫെമിനിസം ആണെന്നും പറയാം. പക്ഷേ ഇപ്പോഴത്തെ ഫെമിനിസ്റ്റ് ചിന്തകൾ ഒരിക്കലും നല്ല പോകാൻ വേണ്ടിയുള്ള ഫെമിനിസ്റ്റ് ചിന്തകളല്ല. ഒരു സ്ത്രീക്ക് സ്ത്രീകളുടേതായ ഒരുപാട് കടമകളുണ്ട്. അതൊരിക്കലും പുരുഷന് ചെയ്യാൻ കഴിയത്തില്ല. സ്ത്രീകളുടെ കടമ സ്ത്രീകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീക്ക് വലിയൊരു ക്വാളിറ്റി ഉള്ളത്. ഇത് മറന്നുകൊണ്ട് സ്ത്രീയുടെ ആ ക്വാളിറ്റി സ്ത്രീകൾ തന്നെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പുരുഷനാകണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പുരുഷന് മാത്രമേ പറ്റത്തുള്ളൂ. പുരുഷന് ചെയ്യേണ്ട കാര്യങ്ങൾ പുരുഷന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്ത്രീകൾക്ക് ചെയ്യേണ്ട കാര്യം പുരുഷന് ചെയ്യാൻ കഴിയത്തില്ല ഒരിക്കലും. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തേണ്ടത് നമുക്ക് അനിവാര്യമാണ്. നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ടീച്ചർമാരെയൊക്കെ കാണുമ്പോൾ നമസ്തേ ടീച്ചർ, നമസ്തേ സാർ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ പഴയ തലമുറകളിലുണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ചു വിട്ടത് അങ്ങനെയാണ്. ഒരു മുത്തശ്ശനെ കണ്ടാൽ നമസ്കാരം അപ്പൂപ്പ എന്ന് പറയുന്നു. അതായത് ഒരു അങ്കിളിനെ കണ്ടാൽ, ഒരു മാമനെ കണ്ടാൽ അവരെ ബഹുമാനിക്കുന്ന കുറച്ച് വേഡ്സ് ഉണ്ട്, ബഹുമാനപരമായിട്ട് ഉപയോഗിക്കുന്ന വേഡ്സ് ഉണ്ട്. അങ്കിൾ, ആൻറ്റി, അല്ലെങ്കിൽ സിസ്റ്റർ, ബ്രദർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നല്ല വേഡ്സുകൾ ഉപയോഗിക്കാൻ പഴയ തലമുറക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ പഴയ തലമുറയുടെ ആൾക്കാർ സ്കൂളിൽ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 9:30 ആകുമ്പോൾ സ്കൂളുകളിലേക്ക് ഓടിയെത്തും. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അസംബ്ലി തുടങ്ങുന്ന മുമ്പേ സ്കൂളിലെത്തണം. സ്കൂളിലെത്തിയില്ലെങ്കിൽ പ്രധാന അധ്യാപകൻ ഒന്നുകിൽ സ്കൂളിന് അതായത് ക്ലാസ് റൂമിന് പുറത്തു കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ അടി തരും. ഇത് ഭയന്ന് വളരെ ഭയത്തോടെ ഓടി സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഒരു 1-2 പീരീഡ് കഴിഞ്ഞാൽ പോലും സ്കൂളിലെത്തിയ ഒരു അധ്യാപകൻ എതിർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ആരുടെ എന്നെ ഉപദേശിക്കാൻ? എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ സ്കൂളിൽ വരും, നീ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ നിൽക്കല്ലേ, ഞാൻ പണി തരും വെളിയിലിട്ട് എന്ന് പറയുന്ന കുട്ടികളാണ് ഇപ്പോഴുള്ളത്. ഇവർ എന്ത് ക്വാളിറ്റിയിലായിരിക്കും വളരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ അവരുടെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ പണ്ട് ഉപയോഗിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ലഹരി ഒരു പ്രായമാവുന്ന സമയത്ത് എല്ലാ കുട്ടികളിലും ഒരു ഫീൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ലഹരി ഉപയോഗം. ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ആൺകുട്ടികൾ വിചാരിക്കുന്നതെന്ന് പറയുന്നത്, ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആണുങ്ങളെ പോലെയാവും. മറ്റുള്ളവരെ മുമ്പിൽ ഇച്ചിരി ഇതൊക്കെ ഉപയോഗിച്ചാൽ ഒരു ആണിൻ്റെതായിട്ടുള്ള ഒരു ചിന്ത വരും. സെയിം എനിക്കും ഇതേപോലത്തെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അടിയുടെ ഗുണം ലോകത്ത് ഒരിക്കലും വേറൊരു മരുന്നിന് ഫലം ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ അടിയെന്ന് പറയുന്ന നല്ലൊരു മരുന്നാണ്. അതെനിക്ക് മനസ്സിലായത്.
ഞാനും ഇതുപോലെ സ്കൂളിലൊക്കെ പോകുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം വരെ ഞാൻ ഒരു തരത്തിലുമുള്ള ലഹരി ഉപയോഗമോ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ ആ സമയത്ത് ശംഭു എന്ന് പറയുന്ന ഒരു സാധനം ചുണ്ടിൻ്റെ അടിയിൽ ഇങ്ങനെ വച്ച് വരുന്നുണ്ട്. ഭയങ്കര സ്മെല്ലാണ്. ഇവരുടെയൊക്കെ അടുത്ത് ചെന്നിരിക്കാൻ കഴിയത്തില്ല. ഇവരെപ്പോഴും ഭയങ്കര സ്മെല്ലാണ്. എന്നെപ്പോലെ കുറേ കുട്ടികളുണ്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ അടുപ്പിക്കത്തില്ല, അവരോട് കൂട്ടുകൂടാൻ പോലും പോകത്തില്ല, അവരുടെ അടുത്ത് പോലും ചെന്നിരിക്കത്തില്ല. അവരൊക്കെ ഏറ്റവും ബാക്ക് ബെഞ്ചിലേക്ക് മാറിയിരിക്കും, നമ്മളൊക്കെ ഏറ്റവും ഫ്രണ്ടിലൊക്കെ വന്നിരിക്കും. കാരണം അത്രയ്ക്ക് സ്മെല്ലാണ് അവരുടെ അടുത്ത് ചെന്നിരിക്കുക. ഈ ശംഭു വയ്ക്കുന്നവരുടെയൊക്കെ അടുത്ത് നമ്മൾ അവരുടെ അവോയ്ഡ് ചെയ്താണ് വിടുന്നത്. 9ാം ക്ലാസ്സിൽ ആകുന്ന സമയത്ത്, ഞാൻ തന്നെ 9ാം ക്ലാസ്സിലാകുന്ന സമയത്ത് സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ട്, പാടത്തൂടെയൊക്കെ അങ്ങനെ നടന്നു വരാൻ. ആ സമയത്ത് ഒരു പെട്ടിക്കടയിൽ, ആ സമയത്ത് പെട്ടിക്കടകളൊക്കെ ധാരാളമുണ്ട്, മുറുക്കാൻ കട എന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത്. അങ്ങനെ പെട്ടിക്കടയിൽ ഈ തമ്പാക്കെന്ന് പറയുന്ന സാധനം, തമ്പാക്കാണെന്ന് പറയുന്നത് അന്ന് 50 പൈസയേ ഉള്ളൂ, മാല പോലെ ഇങ്ങനെ ഇട്ടിക്കും. അതായത് പാക്കാണ്, പാക്കിൽ ഫ്ലേവർ ചേർത്തിട്ടുള്ള തമ്പാക്കെന്ന് പറയുന്ന ഒരു 50 പൈസ 25 പൈസ എന്തോ ആണെന്ന് തോന്നുന്നു ആ സമയത്ത് അതുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും നടന്നു വരുന്നത് എൻ്റെ 3 സുഹൃത്തുക്കളാണ്. അവർ വളരെ നീറ്റാണ്, എന്നെപ്പോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കളോ ഒന്നും തന്നെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. നമ്മുടെ ഒരു ദിവസം ഒരു പീരീഡ് നേരത്തെ വിട്ടു. 4 മണിക്കാണ് സ്കൂൾ വിടുന്നത്. നമുക്ക് 3:15 നമുക്ക് സ്കൂൾ വിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ സ്ഥിരം ആൾക്കാരുടെ കൂടെ അല്ലാതെ, നമ്മൾ 3 പേരാണ് ഒരുമിച്ച് പോകുന്നത്, അതല്ലാതെ മറ്റു കുറച്ച് ആൾക്കാർ കൂടി നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ നടന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി കൂടെ കൂടിയതാണ് സ്കൂളുകളിലെ പിള്ളേർ. അപ്പോൾ ഇവർ ഒരു പെട്ടിക്കടയിൽ ചെന്ന് ഈ തമ്പാക്കെന്ന് പറയുന്ന ഈ സാധനം വാങ്ങിക്കുന്നു. എല്ലാവർക്കും ഓരോ പീസായിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നു. എനിക്കും തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ മുട്ടായി വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് മുട്ടായി വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തു. എങ്കിലും ബാക്കി മിച്ചം വന്ന അവരുടെ കയ്യിലിരിക്കുന്ന തമ്പാക്ക് എന്നെ നിർബന്ധിപ്പിച്ച് എനിക്കും തരയാണ്. ഞാൻ മുട്ടായി കൊടുത്തതാണല്ലോ, അതുകൊണ്ട് എനിക്ക് അവരുടെ ഒരു സംഭാവന എനിക്ക് വേണമല്ലോ എന്നുള്ള രീതിയിൽ അവർ നിർബന്ധിച്ച് എനിക്ക് വീണ്ടും അത് തരയാണ്. മുട്ടായൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതെടുത്ത് കഴിയടാ, കുഴപ്പമില്ല, ഈ പാക്കാണ്, നമ്മുടെ കമുകിലൊക്കെ ഉണ്ടാകുന്ന പാക്കാണിത്, വേറെ ഒരു കാര്യമില്ല, നല്ല മണമാണ്, വായനാറ്റമൊന്നും വരത്തില്ല, നല്ല മണമാണ് എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കയ്യിലേക്ക് തട്ടിയിടുന്നതും അവർ തന്നെ കയ്യിൽ വച്ചിങ്ങനെ ആക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ആക്കി ചവച്ചാൽ മതി, വേറെ ഉള്ളൊരു കുഴപ്പമില്ല, നല്ല മണമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. സെയിം ഇതേ കാര്യം ഞാൻ ചെയ്തു. നോക്കുമ്പം നല്ല മണമാണ്, ചവയ്ക്കാം, ഇങ്ങനെ പാക്ക് ചവച്ചുകൊണ്ട് നടക്കാം, നല്ല മണം എന്നൊക്കെ ആ ഒരു ഫീലിൽ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അച്ഛൻ വീട്ടിന് പുറകെ പശുവിനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ കൂടെ പറഞ്ഞു, വീട്ടിലെത്തിയ ഉടനെ അച്ഛൻ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, 2 തൊട്ടി വെള്ളം കോരി ഇങ്ങോട്ട് വീത്ത്, ഞാൻ പശുവിനെ ഒന്ന് കുളിപ്പിക്കട്ടെ, 2 തൊട്ടി വെള്ളം കോരി വീത്താൻ പറയും. ഞാൻ വെള്ളം കോരി ചരുവത്തിലേക്ക് ഇങ്ങനെ വെള്ളം വീത്തുന്ന സമയത്ത് എൻ്റെ വായിലിങ്ങനെ ഞാൻ ചവച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ ശ്രദ്ധിക്കുകയാണ്. അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വായിൽ എന്തിനാണ് ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ? ഞാൻ പറഞ്ഞു, ഇത് തമ്പാക്ക് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ആകാശത്തിലേക്ക് ഉയർന്ന ഭീമാകാരമായിട്ടുള്ള കൈ വളരെ വേഗം 120 സ്പീഡിൽ കർണക്കുറ്റിയിലേക്ക് ഒരറ്റ അടിയാണ്. ഈ അടിയോടെ എൻ്റെ തലച്ചോറ് കുടുങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് രീതിയിലുള്ള ശക്തമായിട്ടുള്ളൊരടി. വാ തുറന്നു പോയി തമ്പാക്കൊക്കെ ആകാശത്തോട്ട് ഇങ്ങനെ പറന്നു പോകുന്നു, ഒരുപാട് പറവകൾ പറന്നു പോകുന്നതൊക്കെ എനിക്ക് കാണാൻ കഴിയും. ആ ഒരു അടിയോടുകൂടി ഈ ഒരു സാധനം ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ഉപയോഗിക്കാൻ തോന്നിയിട്ടേയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു അടിയുടെ ഉപയോഗം വളരെ വലുതാണ്. ഈ ലഹരി വസ്തു, പിന്നെ ലഹരി വസ്തു എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം ലഹരി വസ്തുവും എനിക്ക് ഇതുവരെ യൂസ് ചെയ്യണമെന്ന് പിന്നീട് ഒരു ആഗ്രഹം പോലും എനിക്കുണ്ടായിട്ടില്ല. അതാണ് അടിച്ചു കഴിയുന്ന ഉപകാരം അണ്ണൻ തമ്പിയും മറക്കില്ല എന്ന പഴയൊരു ചൊല്ലുണ്ട്. അത് സത്യമാണ്. അടിച്ചു വളർത്തേണ്ട സമയത്ത് അടിച്ചു തന്നെ വളർത്തണം. ഈ ഒരു പ്രായമാകുമ്പോൾ, അതായത് ടീനേജിലോട്ട് കടക്കുന്ന എല്ലാ യുവതിയുവാക്കൾക്കും പല തരത്തിലുള്ള മോഹങ്ങളുണ്ടാകും. ബിയർ അടിക്കാൻ തോന്നും, മറ്റ് പല രീതികൾ തോന്നും, ആരെങ്കിലും ഉപദേശിച്ചവന് 10 തെറി പറയാൻ തോന്നും. ഇതെല്ലാം ഒരു ടീനേജ് സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഹ്യൂമൻ റിയാക്ഷനാണ്. നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുക, വളരുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന എല്ലാ ഇൻഫ്ലുവൻസും
നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ട് എടുക്കരുത്. അതിനെ തെറ്റ് ഉള്ളതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് മാറ്റി തന്നെ നിർത്തണം. നമുക്ക് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കണം. നമ്മുടെ സമൂഹത്തിൽ നല്ലത് പറഞ്ഞുതരാൻ ഒരുപാട് പേരുണ്ട്, പക്ഷേ അത് കാണാൻ നമ്മൾ തയ്യാറാക്കുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം ലോകസഞ്ചാരിയാണ്. അദ്ദേഹം ലോകത്തെക്കുറിച്ച് ലോകത്തിലൊക്കെ ഒറ്റയ്ക്ക് നടന്ന് സഞ്ചരിച്ച് അവിടെ നടക്കുന്ന ജീവിത നിലവാരവും നമ്മുടെ കേരളത്തിലെ ജീവിത നിലവാരമൊക്കെ താരതമ്യം ചെയ്ത് അദ്ദേഹം പലപ്പോഴും പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എത്ര പേരെയാണ് ഇഷ്ടപ്പെട്ടിരുന്ന് കാണുന്നത്? അദ്ദേഹം വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ലോക നിലവാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിന് വരുന്ന വ്യൂസ് 55,000, 60,000, കൂടിപ്പോയ 1,00,000. പക്ഷേ വീട്ടിൽ അടിപിടിയൊക്കെ നടക്കുന്ന ഒരു അമ്മായിയമ്മ കറച്ചിട്ട് എടുത്ത് മകളുടെ തലക്കടിച്ചു, ഉടനെ അത് കാണാൻ 2,00,000, 3,00,000 ആൾക്കാർ ചെന്നിരിക്കും. ഫാമിലി വ്ലോഗ്സ് എന്ന് പറയുന്ന തെമ്മാടിത്തരം ലോകത്ത് മറ്റാരും ചെയ്തില്ലെങ്കിലും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പോയിരുന്ന് കാണുന്നുണ്ട്. ടോയ്ലറ്റിൽ പോയാൽ പോലും അതിനെ എടുത്ത് വീഡിയോ ഇടുന്ന ഇവരെയൊക്കെ മാറ്റി നിർത്തണം. ഇവരൊന്നും ഒരു സാധനം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് തരുന്നില്ല. നമ്മുടെ മൈൻഡിലേക്ക് ഒരു കാര്യം നല്ലത് പറഞ്ഞു തരത്തില്ല. നല്ലത് പറഞ്ഞു തരുന്ന ആൾക്കാരെ നമ്മൾ കേൾക്കാനോ കാണാനോ തയ്യാറാകാത്ത യുവതലമുറയാണ് നമുക്കുള്ളത്. നമ്മളതൊക്കെ മാറ്റിവെക്കണം. സയൻസായിട്ട് ഒരുപാട് ടെക്നോളജിക്കൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കാണുക. ഹിസ്റ്ററി, നമ്മുടെ പുരാതന ചരിത്രത്തിൽ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളതും പലതും ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ളതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയുക. അതൊക്കെയാണ് നമ്മുടെ പുതിയ തലമുറ അറിയാൻ മാത്രമേ ഇതിനേക്കാളും മെച്ചപ്പെട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന വിദ്യാഭ്യാസ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ പഴഞ്ചനാണ്. നമ്മുടെ പഴയ തലമുറകൾക്ക് ഇതൊക്കെ അറിയണമായിരുന്നു, ഇതൊക്കെ കാര്യമായിരുന്നു. പക്ഷേ ഇനിയുള്ള തലമുറകൾക്ക് അതേ ഒരു വിദ്യാഭ്യാസ ശൈലി കൊടുത്താൽ പോരാ. നമ്മുടെ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാരോട്, കുഞ്ഞുങ്ങളായിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുന്ന സെയിം ചോദ്യം ഇപ്പോഴും ചോദിച്ചാൽ ആ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന സെയിം ആൻസർ ഇപ്പോഴുള്ള കുട്ടികളും പറഞ്ഞു പോകും. എന്താണെന്ന് ചോദിച്ചാൽ, നിനക്ക് ആരാകാനാണ് ഇഷ്ടം എന്ന് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കുട്ടിയോട് ചോദിക്കുന്ന സെയിം ഉത്തരം ഇപ്പോൾ ജനിച്ച് ഇപ്പോൾ UKGയിലോ 1ാം ക്ലാസ്സിലോ ആയിരിക്കുന്ന കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാലും സെയിം ഉത്തരമാണ് പറയുന്നത്, എനിക്ക് ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ. ഇവർക്ക് അതേ അറിയാവൂ. പണ്ട് തൊട്ട് പറഞ്ഞു വരുന്ന ഈ ഒരു ഫീൽഡ് മാത്രമേ അവർക്കറിയാവൂ. ഡോക്ടർ എഞ്ചിനീയർ. ഇത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർ, എഞ്ചിനീയർ ഇത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും നിലവാരമായിട്ടുള്ള ജോലി വേക്കൻസികളായിരുന്നാലും അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് കഴിയുന്നവരായിരുന്നാലും ഈ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് മാത്രമല്ല, MBA പഠിക്കാൻ എത്ര പേർ, എനിക്ക് MBA പഠിച്ച് ഒരു കമ്പനിയുടെ CEO ആവണം എന്ന് എത്ര കുട്ടികൾ ഇപ്പോഴും പറയുന്നുണ്ട്. കാരണം അവർക്ക് അറിയത്തില്ല. ഈ ഒരു MBA ഒക്കെ പഠിക്കണമെന്ന് പിന്നീട് തോന്നുന്നത് ഒരു +2 ഒക്കെ കഴിയുന്ന ആൾക്കാർക്കായിരിക്കും പിന്നീട് തോന്നുന്നത് MBA പഠിച്ചാൽ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യാം. ഇങ്ങനല്ല. ഇൻഡസ്ട്രി നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ഇൻഡസ്ട്രികളുണ്ട് അതൊക്കെ പരിചയപ്പെടുത്താൻ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയുന്നില്ല. അവർക്ക് കൂടുതലായിട്ടുള്ള ഇൻഡസ്ട്രികൾ പരിചയപ്പെടുത്തി വരുമ്പോൾ അവരുടെ മനസ്സിൽ ഏത് ഇൻഡസ്ട്രിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ, എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത്, അത് തിരഞ്ഞെടുക്കാൻ ഒരു 5ാം വയസ്സുകാരനെ കഴിയണം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ 5-6 ഇൻഡസ്ട്രിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുമ്പോൾ തന്നെ അവന് ഏത് ഇൻഡസ്ട്രിയിലോട്ടാണ് ഏറ്റവും കൂടുതൽ മോഹമുണ്ടാകുന്നത് എന്ന് അവന് ഐഡൻറ്റിറ്റി ചെയ്യാൻ കഴിയും. അല്ലാത്ത സ്ഥിതിക്ക് അവൻ്റെയോടെയും ചോദിച്ചാൽ അവന് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, എനിക്ക് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. പക്ഷേ ഇതൊന്നും ആകാൻ പോകുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അവനൊരു വിഷൻ ഇല്ലാത്ത കുട്ടി എന്ത് പറഞ്ഞാലും അതൊന്നും ആകാൻ പോകുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം പോലും നമുക്ക് ഒരുപാട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, അഴിച്ചു പണിയേണ്ടതുണ്ട്. ഇൻഡസ്ട്രി വിസിറ്റിംഗ് മസ്റ്റാക്കേണ്ടതുണ്ട്. ഇൻഡസ്ട്രി വിസിറ്റിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. എനിക്ക് ഇതുപോലത്തെ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമല്ലോ, എനിക്ക് ഇതുപോലത്തെ ഒരു വ്യവസായം തുടങ്ങണമല്ലോ എന്നൊക്കെയുള്ള മോഹങ്ങൾ ഉണ്ടാകണം. അല്ലാതെ എന്നും സ്കൂളിൽ പോയി പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു എക്സാം ഹാളിൽ ചെന്ന് ഒരു പരീക്ഷ എഴുതുന്നത് കൊണ്ട് ഒരു കുട്ടി മെച്ചപ്പെട്ടത് വിദ്യാഭ്യാസം നേടിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹം
ത്തിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് ഒരുപാട് പേര് പറഞ്ഞു തരുന്നുണ്ട്. അവരെയൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നെഗറ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്ത് വരുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ദൂരെ കളയുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്ത് നമുക്ക് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാത്തവരാണ്. അവരെയൊക്കെ നമുക്ക് കളയുക. ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെയും ലോകത്തിൽ നല്ല മാതൃകയാകാൻ ഉപദേശിക്കുന്നവരെയും നമ്മൾ ഗുരുക്കളായിട്ട് തന്നെ കാണണം. നമ്മൾ പണ്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് മാതാപിതാ ഗുരു ദൈവം. ഈ ഒരു ഫോർമാലിറ്റി ഉണ്ടല്ലോ, മസ്റ്റാണ്. നമുക്ക് മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഗുരുക്കൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് ജീവിതത്തിൽ ഉപകാരപ്രദം. പക്ഷേ ഇവരെക്കാളും ചില സമയത്ത് ഉപകാരപ്പെടുന്നത് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉള്ളവരായിരിക്കും. മുത്തശ്ശന്മാരും ഉള്ളവരുടെ ആ ഒരു എന്താണ് കോമ്പിനേഷനിൽ വളർന്നു വരുന്നവർ പല സാഹിത്യകാരന്മാരും ആയിട്ടുണ്ട്. ഇപ്പോൾ എത്ര പേർക്ക് നല്ല രീതിയിൽ ഒരു നോവൽ എഴുതാൻ കഴിയും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എത്ര പേർക്ക് നല്ലൊരു നോവൽ എഴുതാൻ കഴിയും, നല്ലൊരു കവിത എഴുതാൻ കഴിയും? ഈ ഒരു 2K കിഡ്സ് എന്ന് പറയുന്ന 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികളിൽ എത്ര പേർക്ക്, നല്ല കുട്ടികളുണ്ട്, ഒരുപാട് കഥകളും കവിതകളും രചയിതാക്കളും അല്ലെങ്കിൽ ചിത്രങ്ങളെയൊക്കെ വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ സമൂഹം അവരെ കാണുന്നില്ല. ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിലെ പല ആൾക്കാരും നെഗറ്റീവിനോടെയാണ് ഏറ്റവും താല്പര്യപ്പെട്ടു പോകുന്നത്. നമ്മൾ നല്ല കവിതകൾ എഴുതാൻ ശ്രമിക്കുക, നല്ല കലാകാരന്മാരാകാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ പാട്ട് പാടാൻ ശ്രമിക്കുക. അങ്ങനെ സമൂഹത്തിൽ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ സമൂഹം മാറ്റിയെടുക്കണം. ബ്രസീൽ പോലെ ഒരിക്കലും നമ്മുടെ കേരളമാക്കാൻ കഴിയരുത്. ലഹരി എന്ന് പറയുന്ന സാധനം നമുക്ക് നല്ലതല്ല. ലഹരി എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് ലഹരി വലിയൊരു കാര്യമാണെന്ന്. ഒരിക്കലുമല്ല. ലഹരി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ഏറ്റവും ഷാർപ്പാക്കി വയ്ക്കുന്ന ഒരു സാധനമാണ് തലച്ചോറ്. ഈ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഡൗൺ ആക്കാൻ വേണ്ടിയാണ് ലഹരി ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു വാർത്ത കണ്ടു, മെഡിക്കൽ ഷോപ്പ് ഒരു 10-20 വയസ്സുള്ള 4-5 പേര് ചെന്ന് അടിച്ചു തകർക്കുകയാണ്. എന്തുകൊണ്ട്? അവർക്ക് ഉറക്ക ഗുളിക കൊടുക്കാത്തതുകൊണ്ട്. ഉറക്ക ഗുളിക എന്ന് പറയുന്നതും ഒരു ലഹരിയാണ്. അവരുടെ തലച്ചോറിനെ ഡൗൺ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഉറക്ക ഗുളിക. ഉറക്ക ഗുളിക കൊടുക്കാത്തതിൻ്റെ പേരിൽ 20 വയസ്സുള്ള 4 പേര് ചേർന്ന് ഒരു മെഡിക്കൽ ഷോപ്പിനെ അടിച്ചു തകർക്കുകയാണ്. കേരളത്തിലാണ്. പണ്ടൊക്കെ നമ്മൾ പറയും ഇതൊക്കെ UP-യിലോ അങ്ങോട്ടൊക്കെ നടക്കുള്ളൂ, കേരളം സേഫാണ്. പക്ഷേ ഇപ്പോൾ കേരളം സേഫല്ല. നമ്മളിനി പുറത്തിറങ്ങണമെങ്കിൽ വല്ല കരാട്ടയോ കുംഫോ ജൂഡയോ ഒക്കെ ചൈനയിൽ ചെന്ന് പഠിച്ചുകൊണ്ട് വന്നിരുന്നാൽ മാത്രമേ ഇനി പുറത്തിറങ്ങി വെളിയിൽ നടക്കാൻ കഴിയൂ. അതുമാത്രമല്ല, ഏതെങ്കിലും കുട്ടികൾ നമ്മളെ നോക്കി കണ്ണിരട്ടി കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് തലയും താഴ്ത്തി മിണ്ടാതെ പോകുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ പഠിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇടികൊണ്ട് ഊപ്പാട് വരും. അതുകൊണ്ട് നമ്മുടെ സമൂഹം അത്രയ്ക്ക് മോശമായിട്ട് പോവുകയാണ്. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ അതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഒരുപാട് നോവൽ വായിക്കണം. സിനിമകളെക്കാളും ഏറ്റവും കൂടുതൽ നമ്മുടെ തലച്ചോറിനെ ഷാർപ്പാക്കി വയ്ക്കുന്നത് നോവലുകളാണ്.